കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ ഒരു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് അത്യാഗ്രഹം ആപത്ത്. പണ്ട് പണ്ട് പഞ്ചമിക്കാട് എന്നൊരു കൊച്ചു കാടുണ്ടായിരുന്നു. അവിടെ ചെറിയ ചെറിയ മൃഗങ്ങൾ മാത്രമാണ് താമസിച്ചിരുന്നത്. പഞ്ചമിക്കാട്ടിലെ കിങ്ങിണി പുഴയോരത്ത് ഒരു പോക്രാനോളം താമസിച്ചിരുന്നു. അവൻ ചെറിയൊരു സൂത്രശാലിയായിരുന്നു. ധാരാളം പുഴുക്കളെയും പാറ്റകളെയും തിന്ന് അവൻ തടിച്ച് കൊഴുത്ത സുന്ദരക്കുട്ടനായിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് മറിഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. തൊട്ടടുത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണ് ഇളകി വന്നതുപോലെ അവൻ തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് കൂടി വന്നു. പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി പോക്രാനോളം അറിയാതെ ചിരിച്ചുപോയി. ഞാൻ ഓർത്തുപോലെ ഭൂതമാണ്. നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? ഞാനത് കൊട്ടാരം പണിയാൻ പോവുകയാണ്. മനുഷ്യരെക്കാൾ വലിയൊരു കൊട്ടാരം. എന്നിട്ട് ഞാൻ നടത്തിയിരുന്നു ഈ കാട് ഭരിക്കും. ചുണ്ടരി വീറോടെ പറഞ്ഞു. ഒരു പൂച്ച കാണാൻ പേടിച്ചോടുന്ന നീയാണോ ഒരു രാജാവാകാൻ പോകുന്നത്? പോക്രാനോടെ ചുണ്ടരിയെ കളിയാക്കി. അത് പിന്നെ നീയോ ഒരു പാമ്പിനെ കണ്ടാൽ പേടിച്ചോടാറില്ലേ? ചുണ്ടരി വിട്ടുകൊടുത്തില്ല. നിനക്ക് രാജാവാകാൻ യോഗ്യതയുണ്ടോന്നാണ് ഒരു എന്റെ സംശയം. ഞങ്ങളുടെ പിതാമഹനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പർവ്വതം ദൂരെന്ന് പർവ്വതത്തെ മറിച്ചിട്ടവരാണ് ഞങ്ങൾ. ചുണ്ടരി അഭിമാനത്തോടെ പറഞ്ഞു. ഉണ്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് നിന്റെ മുത്തച്ഛനാണല്ലേ? പോക്രാനോളം അടിയാറും പറഞ്ഞു. അപ്പൊ രാജാവാകുകയാണ് ഇവന്റെ ലക്ഷ്യം. എന്റെ സ്വപ്നമാണ് അത്. ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഒരു കാര്യം ചെയ്യാം, ഇവനെ കൂട്ടുകാരനാക്കാം. പോക്രാനോളം വിചാരിച്ചു. ശരി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ കാട് ഭരിക്കാം. പോക്രാനോളയുടെ ബുദ്ധി പ്രവർത്തിച്ചു. ആട്ടെ ചങ്ങാതി, നിനക്ക് നീന്താൻ അറിയാമോ? ഒരു രാജാവും എല്ലാം അറിയിക്കണം. പോക്രാനോള ചോദിക്കുന്നത് കേട്ട് ചുണ്ടരി മിണ്ടാതെ നിന്നു. വിശന്നിക്കാണ്ട ചങ്ങാതി, നിന്നെ ഞാൻ നീന്തൽ പഠിപ്പിക്കാം. പിറ്റേ ദിവസം നീന്തൽ പഠിക്കാനായി ചുണ്ടരി പുഴക്കരയിലെത്തി. പോക്രാനോള വെള്ളത്തിലേക്ക് ഒറ്റ ചാട്ടം. വെള്ളത്തിൽ ഇറങ്ങാറുന്ന ചുണ്ടരിയെ നോക്കി പോക്രാനോള പറഞ്ഞു. വരൂ ചങ്ങാതി, നീന്തൽ പഠിക്കാം. പക്ഷേ ചുണ്ടരി ഒരാടി പോലും മുന്നോട്ട് വച്ചില്ല. നിനക്ക് പേടിയാണല്ലേ? ഒരു കാര്യം ചെയ്യാം, നിന്റെ വണ്ടി എന്റെ കയ്യിൽ കെട്ടിവെക്കാം. എന്നിട്ട് നീന്താം. കൂട്ടുകാരെ, ചുണ്ടരി സന്തോഷത്തോടെ സമ്മതിച്ചു. ചുണ്ടലിയുടെ തവളയുടെ കാലിൽ കെട്ടിവെച്ച് തവള നീന്താൻ തുടങ്ങി. പാവ ചുണ്ടലി നീന്താൻ അറിയാതെ കൈകാലിട്ടടിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് മരക്കൊമ്പിൽ ഒരു വലിയ പന്തച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. വിശന്നിരുന്നവൻ ചുണ്ടലിയെ കൊത്താനായി വെള്ളത്തിലേക്ക് പറന്നു. ചുണ്ടലിയുടെ തവളയുടെ കാലിൽ കെട്ടിവെച്ചത് കൊണ്ട് രണ്ടുപേരെയും കിട്ടി. അങ്ങനെ ചുണ്ടലിയെ പറ്റിച്ച് രാജാവാകാനുള്ള തവളയുടെ മോഹം അവര് ജീവൻ നഷ്ടപ്പെടുത്തി. അതിമോഹം ആപത്താണ്. കൂട്ടുകാരെ, എന്റെ കഥ ഇഷ്ടമായോ? നന്ദി.